വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നും ഒരു ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വേക്കൻസി വേറെ തലങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് അത് കൂടാതെ തന്നെ വീണ്ടും വിളിച്ചിരിക്കുന്ന അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിരിക്കുന്ന സ്ഥിരം നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് നമ്മൾ ചെയ്ത വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് അപ്ലൈ ചെയ്യുകയും 2-3 പേർക്ക് അവിടെ നിയമനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 2-3 പേർക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നത് അതിൽ കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം ഒരു 3 പേരാണ് എന്നോട് വിളിച്ച് താങ്ക്സ് ഒക്കെ അറിയിച്ചിട്ടുള്ളത്, അവിടെ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അതേപോലുള്ള സെയിം വേക്കൻസിയാണ് ഇപ്പോൾ. സ്ഥിരം കോൺട്രാക്ട് അല്ല, സ്ഥിരം വേക്കൻസിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. നമ്മുടെ അസിം പ്രേംജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേക്കൻസി. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒത്തിരി എക്സാംസ് വരാൻ പോകുന്നുണ്ട്. KVS, NVS, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, KTET, ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. പിന്നെ CTET. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കോച്ചിങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. 77 36 75 0473 പറയുന്ന ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അത് അന്വേഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ സാറ്റർഡേസിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ചെറിയൊരു ഇഷ്യൂസ് കാരണം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെയൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഗ്രൂപ്പിലൂടെ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ, RRB ടീച്ചറിൻ്റെ എക്സാമിൻ്റെ പോസ്റ്റുകൾ, RRB ടീച്ചറിൻ്റെ കോഴ്സ് അഡ്മിഷൻ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. HSA നാച്ചുറൽ സയൻസ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. HSA ജനറൽ ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് LPUP ലോങ് ടേം ബാച്ചാണ്. LPUPയുടെ ലോങ് ടേം ബാച്ച്. അപ്പോൾ ഇതിനൊക്കെ ഏതൊരു കോഴ്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏത് കോഴ്സിനും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ, അതായത് സെൻട്രൽ ഗവൺമെന്റുമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റുകളും, സ്ഥിരം അല്ലെങ്കിൽ താൽക്കാലിക നിയമനങ്ങളായാൽ പോലും എല്ലാം അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ടീച്ചർ വേക്കൻസിയുമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാത്തരം ഏജൻസികളുടെ സ്ഥിരം താൽക്കാലിക നിയമനങ്ങളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും, എക്സാം പാറ്റേൺസും സിലബസും അതിൻ്റെ പെയ്ഡ് ആൻഡ് ഫ്രീ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും, ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് RRB റെയിൽവേ ചെയ്തതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ അപേക്ഷിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം അസിം പ്രേംജി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയാം, ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവിടെ കുറേ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് പ്രീ പ്രൈമറി വിളിച്ചിട്ടുണ്ട്, PRT എല്ലാ സബ്ജക്റ്റിലും വിളിച്ചിട്ടുണ്ട്, TGT എല്ലാ സബ്ജക്റ്റിലും വിളിച്ചിട്ടുണ്ട്, PGT എല്ലാ സബ്ജക്റ്റിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാവരും പേടിച്ചിരിക്കുന്ന KTET അല്ലെങ്കിൽ CTET എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യമില്ല, മാൻഡേറ്ററി അല്ല. ഓക്കെ, നിങ്ങൾക്ക് BEd, DEd, MEd അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള ഏത് ടീച്ചേഴ്സ് ട്രെയിനിങ് ഡിഗ്രി ഉണ്ടെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ അവർ പറയുന്നുണ്ട് മിനിമം 2 years ഓഫ് ഫുൾ ടൈം ഫോർമൽ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതിനെ സ്വന്തമായിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പം ടീച്ചേഴ്സിനെ കൂടാതെ പിന്നെ റിസോഴ്സ് പേഴ്സണെയും വിളിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് മുകളിൽ പറഞ്ഞ PRT, TGT, PGT എല്ലാ സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സിനെ കൂടാതെ റിസോഴ്സ് പേഴ്സൺ എഡ്യൂക്കേഷനിൽ വിളിച്ചിട്ടുണ്ട്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രിയാണ്, 2 year എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ്. അതിന്റെ ഹെൽത്ത്, ഓക്കെ, റിസോഴ്സ് പേഴ്സണിന് ഹെൽത്ത് വിളിച്ചിട്ടുണ്ട്. അതും മാസ്റ്റർ ഡിഗ്രിയാണ്. അതേ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. 3 വർഷത്തെ എക്സ്പീരിയൻസ്. പിന്നെ ലൈവ്ലിഹുഡ് റിസോഴ്സ് പേഴ്സണിനെ വിളിച്ചിട്ടുണ്ട്, അതും മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്.
ഓക്കെ. ഇനി വിളിച്ചിരിക്കുന്ന ലൊക്കേഷൻ എവിടേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? കഴിഞ്ഞ തവണ വേറെ സംസ്ഥാനങ്ങളിലായിരുന്നു വിളിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു കർണാടക ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴും വിളിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക ആൻഡ് ഉത്തരാഖണ്ഡ്. അപ്പൊ നിങ്ങൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ആ സംസ്ഥാനങ്ങളിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ട വേണ്ട, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടായിരുന്നാൽ മതി, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് പഠിച്ചാൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടായിരിക്കണമെന്നാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ QR കോഡ് ഉണ്ട്. ഈ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ HTTPS asimpremji.foundation.org/open positions എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ് വഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കോളണം. അപ്ലൈ ചെയ്യേണ്ടത് നോക്ക്, ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് അസിം പ്രേംജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരും. ഫസ്റ്റ് അഡ്രസ്സിന് അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു അഡ്രസ്സിന് കാണാൻ പറ്റും അല്ലെ, അസിം പ്രേംജി ഫൗണ്ടേഷൻ ഹോം. അതിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ താഴെ അത് അസിം പ്രേംജി ഫൗണ്ടേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കണം, ഓപ്പൺ ചെയ്ത് വായിക്കണമെങ്കിൽ വായിച്ചു നോക്കാം, ഡോണ്ട് വറി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ അസിം പ്രേംജിയുടെ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് അതല്ല, ഞാൻ ഈ പറഞ്ഞതിന്റെ തൊട്ട് താഴെ ഈ അഡ്രസ് തൊട്ട് താഴെ ഓപ്പൺ പൊസിഷൻസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓപ്പൺ പൊസിഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ പൊസിഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ വരും. ആൻ ഇൻട്രസ്റ്റിംഗ് റേഞ്ച് ഓഫ് കരിയർ ചോയ്സ് അവൈസ് യു അറ്റ് ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് താഴെ വരും. അവിടെ നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർ ഓഫ് അസിം പ്രേംജി. ഓക്കെ, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ഇവിടെ 1 ഇയർ പറയുന്നുള്ളൂ. ഈ KG ടീച്ചേഴ്സിനെയൊക്കെ 1 ഇയർ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ആ കാര്യങ്ങള് അതിന്റെ അപ്ലൈ ചെയ്ത് നോ മോർ ആൻഡ് അപ്ലൈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് വരും. പുതിയൊരു പേജ് ഇങ്ങനെ വന്നു. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസും എലിജിബിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ സംസ്ഥാനങ്ങൾ താഴെ കിടപ്പുണ്ട്, ഉത്തരാഖണ്ഡിലേക്കാണോ, ഛത്തീസ്ഗഡിലേക്കാണോ, കർണാടകയിലേക്കാണോ, രാജസ്ഥാനിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സ്കൂളിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അതിന്റെ ക്വാളിഫിക്കേഷൻസ് കിടപ്പുണ്ട്. ഹിസ്റ്ററി, ബയോളജി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ, എല്ലാത്തിനും വിളിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു ബൾക്ക് വേക്കൻസി ആണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ എന്ത് ചെയ്യുക, അപ്ലൈ നൗ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമും കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇമെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലായിടത്തും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഉത്തരാഖണ്ഡിലേക്കാണ് എടുത്തത്. അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുക, അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്ന് കൊടുത്തതിനു ശേഷം താഴെ ഓപ്പൺ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. അതിൽ നിന്ന് താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് ടീച്ചേഴ്സിന്റെ ആദ്യം കിടപ്പുണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് ഫോർ അസിം പ്രേംജി സ്കൂൾസ് താഴെ കിടപ്പുണ്ട്. താഴെ ഇനി നിങ്ങൾ റിസോഴ്സ് പേഴ്സൺ ആണ് നിങ്ങൾക്ക് അയക്കേണ്ടതെങ്കിൽ ഇവിടെ റിസോഴ്സ് പേഴ്സൺ ഇവിടെ കിടപ്പുണ്ട്. എലിജിബിലിറ്റി കാര്യങ്ങൾ, നിങ്ങളുടെ റോള് കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നോ മോർ ആൻഡ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നോ മോർ ആൻഡ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് പോസ്റ്റ് ആണെന്നുള്ള അവിടെ വരും. ഇത് ഹെൽത്ത് ആണ് ഞാൻ നോക്കിയത്. അതിലിതാ നിങ്ങൾക്ക് ഇവിടെ വരും. അതിൽ ഹെൽത്തിൽ എവിടേക്കാണെന്നുള്ളത്, കർണാടകയാണോ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. ഞാൻ കർണാടക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. കർണാടക ക്ലിക്ക് ചെയ്യുമ്പോഴത്തെ അപ്ലൈ നൗ വരും. അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും, അതായത് നമ്മുടെ ടീച്ചിങ് പ്രൊഫഷൻ, അതായത് DLED, B.Ed ഒക്കെ ഉള്ളവർ, B.Ed, M.Ed ഒക്കെ ഉള്ളവർ, സീറ്റെറ്റോ സെറ്റോ നെറ്റോ സെറ്റോ ഒന്നും വേണ്ട, ജസ്റ്റ് B.Ed ഓർ D.Ed അല്ലെങ്കിൽ TTC മതി. ഓക്കെ, പിന്നെ റെലവെന്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ വർക്ക് ചെയ്തിട്ടുള്ള 1 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ്, മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് മതി. അത്രമാത്രം മതി. ഏകദേശം 50,000 എബോവ് ഉള്ള സാലറിയാണ്
പിന്നെ എന്താണ് അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് അസിം പ്രേംജി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ എന്താ പറയാ, ആ ഫൗണ്ടേഷൻ അസിം പ്രേംജി സ്കൂളിന്റെ ഫൗണ്ടേഷനെ പറ്റി ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇനി അത് കൂടായെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അസിം ഈ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഫസ്റ്റ് അഡ്രസ്സിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്താണ്, അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകും. അപ്പോൾ സ്ഥിര വേക്കൻസിയാണ്, സ്ഥിര നിയമനമാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. മുൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് മീൻസ് ക്വാളിഫൈഡ് ആയിരിക്കുന്ന, അതായത് ഇവിടേക്ക് ഈ സംസ്ഥാനങ്ങളിലേക്ക് പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഒരു ജോലിയാണ്, എത്രയും പെട്ടെന്നൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ ഈ ഒരു ഏരിയയിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് അസിം പ്രേംജി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ നിങ്ങളെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, ഒരു ജോലി ആഗ്രഹിച്ച് നിൽക്കുന്ന, മീൻസ് അതായത് DLEDോ MEdോ BEdോ ഒക്കെ ഉണ്ട്, പക്ഷേ സെറ്റോ നെറ്റോ സീറ്റോ ഒന്നും ഇല്ലാത്തവർ, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു ജോലി കിട്ടട്ടെ, അല്ലെ? തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടുവാനായിട്ട് അവരെ എല്ലാ രീതിയിലും അവർക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നമുക്കിനി വരാൻ പോകുന്ന RRB ടീച്ചറിന്റെ എക്സാംസ്, KVS, NVS, EMRS, DSSP, AES, CTET, KTET, HSA ഒക്കെ എക്സാമുകൾക്ക് എല്ലാത്തിലുള്ള കോഴ്സ് അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ ഫീസിന് അവൈലബിൾ ആണ്. അതിനൊക്കെ താല്പര്യമുള്ളവർ ഈ പറയുന്ന 7736750473 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന സ്ക്രോൾ പോകുന്ന നമ്പറിലേക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു അന്വേഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.